പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കാണാം, ഇഞ്ചിലാണെങ്കിലും സെന്റിമീറ്ററിലാണെങ്കിലും അടിക്കണക്കാണെങ്കിലും ഒക്കെ എങ്ങനെ സ്ക്വയർ ഫീറ്റ് കാണാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു സെന്റിമീറ്ററിൽ സ്ക്വയർ ഫീറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം വരും എന്നുള്ളത്. പക്ഷെ സെന്റിമീറ്ററിൽ കണ്ടാലും കറക്റ്റ് തന്നെ കിട്ടട്ടോ. അതെന്താ വെച്ചാല് ഒരു ഫീറ്റ് അല്ലെങ്കിൽ ഒരു അടി എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ 0.48 വരുന്നുണ്ട്. അപ്പൊ ആ 48 നമ്മളെ കാൽക്കുലേഷനിൽ ഇന്നലെ കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വന്ന ചെറിയൊരു മിസ്റ്റേക്കിലാണ് നമുക്ക് അതിൽ ഒരു 3 സ്ക്വയർ ഫീറ്റിന്റെ ടോട്ടൽ റൂമിന്റെ 10x10 റൂമിന്റെ സ്ക്വയർ ഫീറ്റ് കണ്ടപ്പോൾ അതിലൊരു 3 സ്ക്വയർ ഫീറ്റ് കുറവ് വന്നത് അതുകൊണ്ടായിരുന്നു. പക്ഷെ അത് ആ കുറവ് തന്നെയാണ്. വലിയ ഏരിയകളൊക്കെ നമ്മൾ മെഷർമെന്റ് ചെയ്യുമ്പോൾ ഈ 3 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ചിലപ്പോൾ 10 സ്ക്വയർ ഫീറ്റ് 15 സ്ക്വയർ ഫീറ്റ് ഒക്കെ കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഫീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അടി എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ 0.48 വരുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ സ്ക്വയർ ഫീറ്റ് കാണുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കോണായിട്ടുള്ള ഒരു ഏരിയ, ടൈൽസ് പണിക്കാരാണെങ്കിലും മാർബിളിന്റെ പണിക്കാരൊക്കെ ആണെങ്കിലും കോണായിട്ടുള്ള ഒരു ഏരിയ എങ്ങനെ സ്ക്വയർ ഫീറ്റ് കാണാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നമുക്ക് ത്രികോണത്തിന്റെ സ്ക്വയർ ഫീറ്റ് കാണാൻ നമുക്കൊരു ത്രികോണം വരച്ച് ഞാൻ അത് കാണിക്കാം. അപ്പൊ ഇതിന്റെ നമ്മളൊരു സ്ക്വയറിന്റെ കോർണർ വരികയാണെങ്കിൽ അതിന്റെ ഒരു ത്രികോണമാക്കാണ് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഒരു സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ത്രികോണം ആക്കാന്നുണ്ടെങ്കിൽ ഇത് മട്ടായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം അതുപോലെ ഈ ത്രികോണത്തിന് മട്ടം ആക്കണം. മട്ടം ആക്കാന്ന് പറഞ്ഞാല് 90 ഡിഗ്രിയിലുള്ള ത്രികോണാക്കുക. അപ്പൊ അതിന് നമ്മൾ നേരെ സെന്റർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർണർ ടു ഈ സെന്റർക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മട്ടായി കിട്ടും. അപ്പൊ ഇതിന്റെ ലെങ്ത് ഒരു 10 മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 5 ഇവിടെ 5 ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു ഹൈറ്റ് 10 ആണ് എന്നുണ്ടെങ്കിൽ 10 × 5 = 50. ഈ 50 ഇൻറ്റു നമ്മൾ അതിനെ സ്ക്വയർ ഫീറ്റിക്ക് ആക്കാൻ വേണ്ടി, ഇത് നമുക്ക് സ്ക്വയർ മീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്, അതിനെ സ്ക്വയർ ഫീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 10.764 കൊണ്ട് ഗുണിക്കുക. 10.764 ഇൻറ്റു 50 538 ആണ് നമുക്ക് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു കോണിന്റെ സ്ക്വയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഹരിക്കണം 2. അപ്പോ 538 ഹരിക്കണം 2 269.1 ആണ് ഈ ഒരു ഏരിയന്റെ സ്ക്വയർ ഫീറ്റ്. ഇനി അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടാം. അപ്പൊ ഈ ഒരു ത്രികോണത്തിന്റെ സ്ക്വയർ ഫീറ്റ് ആയി. അത് ഇനി ഏത് ഇങ്ങനെ വലുതാണെങ്കിലും ശരി, എല്ലാത്തിനും നമ്മൾ മട്ടാക്കി കഴിഞ്ഞാൽ കണ്ടില്ല. ഇനിയിപ്പോ ഈ ഒരു ലെങ്ത് വലിയ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് ഇപ്പൊ 10 ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 3, ഇതൊരു 7 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കാണാം. അങ്ങനെ നമുക്ക് ഏത് ത്രികോണമാണെങ്കിലും ഒരേപോലെ കാണാൻ പറ്റും. എങ്ങനെ വരച്ചാലും അതിനെ ഒരു ത്രികോണത്തിനെ മട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ക്വയർ ഫീറ്റ് കാണാൻ സിമ്പിൾ ആണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. ത്രികോണത്തിന്റെ സ്ക്വയർ ഫീറ്റ് കാണാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാലും നമുക്ക് അതിന് മറുപടി തരാൻ കഴിയും. അപ്പൊ നമ്മൾ ഒരുപാട് ഏരിയകൾ ഇതുപോലെ അളവുകൾ എടുത്ത ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കുക എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.